മനുഷ്യ, ഇന്ന് നീ അഹങ്കരിക്കുന്നുണ്ടല്ലോ, ഞാൻ വലിയവനാണ്, ഞാൻ അധികാരിയാണ്, ഞാൻ ഇന്ന രാജ്യത്ത് പോയി കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സാമ്രാജ്യം മുഴുവനും കെട്ടിപ്പടുത്തിയത്, എനിക്ക് വലിയ സമ്പത്തുണ്ട്, ഞാൻ വലിയവനാണ്. അഹങ്കരിക്കുന്നവരെ, ആരോഗ്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ, സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ, മക്കളുടെ പേരിൽ ഊറ്റം കൊള്ളുന്നവരെ, അല്ലാഹ് ചോദിക്കുന്നു, എവിടുന്നാണടാ നീ വന്നത്? ഫല്ലൻദുരിൽ ഇൻസാനു മിമ്മാ ഖുലിഖ. എവിടുന്നാണ് അല്ലാഹു ഈ ദുനിയാവിലേക്ക് നിന്നെ അല്ലാഹു കൊണ്ടുവന്നത്? ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് വന്നവനല്ലയോ? ഖുലിഖ മിമ്മാഇൻ ദാഫിഖ. തെറിച്ചു വീഴുന്നതായ ബീജത്തുള്ളിൽ നിന്ന് വന്നവനല്ലേ? എവിടുന്നാണ് വന്നത് എന്ന് നീ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. വാപ്പയുടെ മുതുകിനിടയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ ബീജത്തിന്റെ തുടക്കം. ഉമ്മയുടെ 2 സ്ഥലങ്ങൾക്കിടയിൽ നിന്ന് ഇതിന്റെ ബീജത്തിന്റെ തുടക്കം കടക്കുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. 1400 വർഷം മുമ്പ് ശാസ്ത്രലോകം വികാസം പ്രാപിച്ചത് ഇപ്പോഴല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ശാസ്ത്രം മുഴുവനും അത്ഭുതം കുറിയിട്ടുള്ള വചനമാണ്. നിരക്ഷരകുശിയായ ഒരു മനുഷ്യൻ, പരിശുദ്ധ പ്രവാചകൻ, ലോകൈക ഗുരു ഇതാ ഓതി വെക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവം എവിടെന്നാണ്? നമ്മുടെ ബീജം, പുരുഷന്മാരുടെ ബീജം പുറപ്പെടുന്നത് 2 മുതുകിന്റെ ഇടയിൽ നിന്നാണത്രേ അതിന്റെ ഉത്ഭവം. അല്ലാഹ് പറയുകയാണ്. ഇന്നിപ്പോ ശാസ്ത്രം അത് കണ്ടുപിടിച്ച് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. സ്ത്രീകളുടെ 2 സ്ഥലങ്ങൾക്കിടയിൽ നിന്നാണ് ഈ ബീജത്തിന്റെ അംശം അവർക്ക് പുറപ്പെടുന്നത് എങ്കിൽ, പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, നിങ്ങളുടെ മുതുകികളുടെ ഇടയിൽ നിന്നാണ് ഈ ബീജത്തെ നാം പുറപ്പെടുവിച്ചിട്ടുള്ളത്. കയ്യിൽ പിടിച്ചാൽ ഒട്ടുന്നതായ, തെറിച്ചു വീഴുന്നതായ ഈ ശുക്ലത്തിൽ നിന്നല്ലേ മനുഷ്യ നിന്നെ അല്ലാഹു സൃഷ്ടിച്ചത്. ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. വാപ്പായ പറഞ്ഞു വിടുന്ന മക്കളെ, അവരെ പുറത്തേക്ക് ഇറക്കുന്ന മക്കളെ, വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടുന്ന മക്കളെ, ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. കേവലം ഒരു ശുക്ലത്തിൽ നിന്ന് നിങ്ങളെ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന അല്ലാഹുവിന് നാളെ നിങ്ങളെ ഖബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. മരിച്ച മണ്ണോട് ചേർന്ന് ഒന്നുമില്ലാതായി പോയാലും നിങ്ങളുടെ ശരീരത്തിൽ ഊട്ടപ്പെട്ടതാകുന്ന മാംസങ്ങൾ, നിങ്ങളുടെ ശരീരത്തിൽ ഊട്ടപ്പെട്ടതാകുന്ന സർവ്വതും പരിപൂർണമായി മണ്ണിനോട് അലിഞ്ഞു ചേർന്നാലും ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. അല്ലാഹു മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. ഓർത്തോ. വലഖദ് ഖലഖനൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ. കളിമണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം പടച്ചത്. കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത് അല്ലാഹ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ മരിച്ചിട്ട് നമ്മൾ മണ്ണുകൊണ്ട് ഇങ്ങനെ ഇടുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്റ. ഈ മണ്ണിൽ നിന്നാണ് പടച്ചത്, ഇതിലേക്കാണ് മടക്കം, ഇതിൽ നിന്ന് തന്നെ നാളെ പുനർജീവിപ്പിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ അഹങ്കരിക്കണ്ട, ഈ കിടക്കുന്ന മണ്ണാ നീ, ചേറാ നീ. കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് അല്ലാഹു നിന്നെ പടച്ചത്. അല്ലാഹ് പറയാണ്,
ജലാലൈനി പോലെയുള്ള തഫ്സീറുകൾ കാണാം 63 സൈസ് മണ്ണിനോട് കളിമണ്ണ് ചേർത്ത് വെള്ളം കൂടി കുഴച്ചിട്ടാണ് മനുഷ്യനെ പടച്ചത്. അല്ലാഹു പറയുന്നു, തഫ്സീറുകളിൽ കാണാം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ طين ثم جعلناه في قرار مكين. പിന്നെ നാം നിന്നെ കൊണ്ടുപോയത് ഈ ശുക്ലത്തിൽ നിന്ന് നിന്നെ അല്ലാഹു പടച്ചു. ഉമ്മയുടെ മനോഹരമായ ഗർഭാശയം സുരക്ഷിതമായ ഒരു കവചത്തിനുള്ളിൽ നാം നിന്നെ ആക്കിയില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്, ثم جعلناه في قرار مكين. മനോഹരമായ എന്നും സുരക്ഷിതത്വമുള്ളതാകുന്ന ഒരു കവചമാണ് ഉമ്മയുടെ ഗർഭാശയമെന്ന് അറിയണേ. 9 മാസക്കാലവും 10 ദിവസവും ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നീ കടന്നില്ലേ പൊന്നു മോനെ? നിനക്കെന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടോ? നീ എന്തെങ്കിലും വിഷമം അറിഞ്ഞിട്ടുണ്ടോ? നിനക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ട് ഉമ്മ നിലകൊള്ളുകയാണ്. നീ വിശക്കുമ്പോ ഉമ്മയ്ക്ക് വിശക്കുന്നു, ഉമ്മ ആഹാരം നൽകുന്നു, നീ ആഹരിക്കുകയാണ്, കഴിക്കുകയാണ്. ഗർഭാശയത്തിൽ സുരക്ഷിതമായ കവചം അല്ലാഹു ഒരുക്കിയില്ലയോ? ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. പാലക്കാട് ജില്ലയിലുള്ള പത്തിരിപ്പാലയിലുള്ള പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, നിന്റെ സൃഷ്ടിപ്പിന്റെ ലോകം അല്ലാഹു ഖുർആനിലൂടെ വിശദീകരിക്കുകയാണ്. ഇന്ന് നിനക്ക് അധികാരമുണ്ട്, ഇന്ന് നിനക്ക് അധികാരമുണ്ട്, ഇന്ന് ആരോഗ്യമുണ്ട്, ഇന്ന് നീ സുന്ദരനാണ്, ഇന്ന് നീ ലോകം അറിയപ്പെടുന്നതായ സുന്ദരിയാണ്, ഇന്ന് നടനാണ്, നടിയാണ്, ഇന്ന് അധികാരത്തിൻ്റെതാകുന്ന സോപാനങ്ങളിൽ വിരാജിക്കുന്നവനാണ്. ആരോഗ്യമുള്ള ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നീ എത്തി നിൽക്കുകയാണ്. ഒന്നുമല്ലാതിരുന്ന ഘട്ടത്തെ പറ്റി അല്ലാഹു നിന്നോട് ഓർക്കാൻ പറയുന്നു. നീ കേവലം ഒരു ബീജമാണ്. ആ ബീജത്തുള്ളിയെ ഉമ്മയുടെ 2 സ്ഥലങ്ങൾക്കിടയിൽ നിന്നും വാപ്പയുടെ മുതുകിന്റെ ഇടയിൽ നിന്നും പുറപ്പെട്ട് ഉമ്മയുടേതാകുന്ന ഗർഭാശയത്തിലേക്ക് എത്തിച്ച് അല്ലാഹു ഒരു കേവലം രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. ثم خلقنا النطفة علقة മാംസക്കട്ടയാക്കി ആ ബീജത്തുള്ളിയെ മാറ്റി. തീർന്നില്ല, فخلقنا العلقة مضغة ആ മാംസപിണ്ഡത്തെ നാം ആ രക്തപിണ്ഡത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി മാറ്റി. അടുത്ത സെക്ഷൻ സഹോദരങ്ങളെ, സൃഷ്ടിപ്പിന്റെ ഓരോ രീതി പറയാം. 40 ദിവസം കൂടുമ്പോഴേ ഓരോ പ്രക്രിയ നടക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഓരോ പ്രൊസീജിയർ നടക്കുന്നത് വെറുതെ മനുഷ്യനെ സൃഷ്ടിക്കല്ല. ഒന്ന് ആലോചിക്ക്. നമ്മളിങ്ങനെ വെറുതെ കുട്ടികളെ കാണുന്നു, വളരുന്നു, ഇത് കാണുന്നല്ലാതെ അവരുടെ ഗർഭധാരണ രീതി, അതിനുള്ളിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു അല്ലാഹു ഖുർആനിൽ അല്ലാഹു പറയാ. ശാസ്ത്രം ഇങ്ങനെ നോക്കി പഠിക്കുക. ഇത് ഗവേഷണം നടത്തിയിട്ട് അവരിപ്പോ പറയുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇത് പറഞ്ഞത് ഖുർആൻ എപ്പോഴാ? 1400 വർഷം മുമ്പ് പറയാ. ശാസ്ത്രം ഇപ്പോഴാ വികസിച്ചത്, മനസ്സിലാക്കണം നമ്മൾ. എന്നിട്ടും പരിശുദ്ധ ഇസ്ലാമിനെതിരിൽ ഉറഞ്ഞു തുള്ളുന്ന നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, ലിബറലിസത്തിന്റെ വക്താക്കൾ ഇന്നുമില്ലേ? ഖുർആൻ പഠിക്കാത്തവർ പഠിക്കും. നിങ്ങൾ ഖുർആനിലേക്ക് വാ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
പരിശുദ്ധമായ ഖുർആനിന്റെ ആശയ ആദർശങ്ങൾ വികലമാണ്, അത് കെട്ടിച്ചമച്ചതാണ്, ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന മാറോലകളാണെന്ന് ഉന്നയിക്കുന്ന ആളുകൾ ഇന്നുമില്ലേ? ഞങ്ങൾ എക്സ് മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്നാണെന്ന് പറയുന്ന ആളുകൾ, ഖുർആനിനെ കുറിച്ചറിയാത്ത, പ്രവാചകനെ കുറിച്ചറിയാത്ത, ആ പ്രവാചകർ കൊണ്ടുവന്നതായ വിശുദ്ധമായ ആദർശങ്ങളെ വ്യക്തമായ രീതിയിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്നുമില്ലേ? വരിൻ, നിങ്ങൾ ഖുർആനിലേക്ക് വാ. ഖുർആൻ നിങ്ങളെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു. വരിൻ, സൂറത്തുൽ മുഅ്മിനൂൻ എടുത്ത് പരിശോധിക്കാൻ. അല്ലാഹു പറയുന്നു, എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒന്നും അല്ലാതിരുന്നല്ലോ. ഈ ലോകത്തേക്ക് സൃഷ്ടിച്ചതാകുന്ന ഒരു ഉടയ തമ്പുരാൻ അല്ലാഹു ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഇത് തന്നെയല്ലേ? ആർക്കാ ഇവിടെ പറ്റുക ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ? ആർക്കാ ഇവിടെ പറ്റുക? അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. മനസ്സിലാക്കിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? ഉമ്മയൊന്ന് ഓർക്കിൻ. ഈ സമയം നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ കടന്നിരുന്ന കാലമൊന്ന് ഓർക്കിൻ. നമ്മുടെ ചെറിയ പ്രായമൊന്ന് ഓർക്കിൻ. നമ്മളെ എങ്ങനെയാണ് ഉമ്മ ഈ രൂപത്തേക്ക് കൊണ്ടുവന്നത്? എത്ര കഷ്ടപ്പെട്ടാ കൊണ്ടുവന്നത്? ഒന്ന് ചിന്തിക്കിൻ. നീ കേവലം ബീജത്തുള്ളിയായിരുന്നു, അത് ഉമ്മയുടെ ഗർഭാശയത്തിൽ മാംസക്കട്ടയായിട്ട് വന്നു, രക്തക്കട്ടയായിട്ട് വന്നു, രക്തക്കട്ട മാംസക്കട്ടയായിട്ട് വന്നു. ആ മാംസക്കട്ടയിലേക്ക് അതിലേക്ക് എല്ലുകളിലേക്ക് എല്ലാക്കി വന്നു, എല്ലുകൊണ്ട് പൊതിഞ്ഞു. ആ എല്ലുകളിലേക്ക് മാംസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആവരണം ചെയ്തു. നോക്കൂ നിങ്ങൾ, എത്ര പ്രക്രിയ! ബീജത്തുള്ളി കൊണ്ടുവന്ന് രക്തക്കട്ടയാക്കി, രക്തക്കട്ട കൊണ്ടുവന്ന് മാംസക്കട്ടയാക്കി, മാംസക്കട്ടയിലേക്ക് എല്ലുകൾ കൊണ്ടുവന്ന് ആവരണം ചെയ്തു. ആ എല്ലിന്റെ മുകളിൽ പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു തആല മാംസം കൊണ്ട് പൊതിഞ്ഞു. അവസാനം മനോഹരമായ ഒരു പ്രക്രിയയിലേക്ക് ചർമ്മം കൊണ്ട് അതിന്റെ മുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല വീണ്ടും ആവരണം ചെയ്തു. എന്തൊക്കെയാ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത്? വെറുതെ അല്ലല്ലോ. ഇന്നും മനുഷ്യന് നമ്മുടെ ഒരു വിരൽ തുമ്പിന് പകരം വെക്കാൻ ശാസ്ത്രലോകം എത്ര പരീക്ഷിച്ചാലും പറ്റൂല. നീ എവിടെ പോയാലും നിന്നെ സ്കാൻ ചെയ്ത് പിടിക്കും. നമ്മുടെ കണ്ണും നിന്റെ തമ്പും വെച്ചാൽ മതി. കണ്ടില്ലേ നിങ്ങൾ UK പോവാൻ, അമേരിക്കയ്ക്ക് പോയി, ഏത് രാജ്യത്തോട്ട് പോയിക്കോ, കയറുമ്പോഴത്തേക്കും പാസ്പോർട്ട് ഇവിടെ കൊടുത്തു, കാര്യം ശരി തന്നെയാണ്. അത് വേണമെങ്കിൽ വ്യാജ പാസ്പോർട്ട് നിർമ്മിക്കാം. പക്ഷെ നിങ്ങൾ തന്നെ അവിടെ നിന്ന് പോയെന്ന് ഉറപ്പുവരുത്തു, നിങ്ങൾ തന്നെ ഇവിടെ ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തുന്നതും നിങ്ങളെ സ്കാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിരലുകൾ. ഈ വിരൽ തുമ്പുകൾക്ക് പകരം വെക്കാൻ ലോകത്തൊരാൾക്ക് കഴിഞ്ഞിട്ടില്ല. മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നില്ല എന്ന് ചോദിക്കാൻ. അല്ലാഹു സൃഷ്ടിച്ചത് വലിയ സംഭവ സഹോദരങ്ങൾ. നമ്മുടെ ഈ കണ്ണ് സ്കാൻ ചെയ്ത് കൊണ്ടുവിടണം. ലോകത്ത് ആര് ഇറങ്ങി വന്നാലും 15 വർഷം മുമ്പ് സൗദിയിൽ നിന്ന് കേസായിട്ട് പുറത്താക്കിയതാണ്, ക്രിമിനൽ കേസ് കൊണ്ട് പുറത്തുവിട്ടതാണ്. പതുക്കെ ഈ വർഷം ഹജ്ജിന് പോകാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു കയറി. അവിടെ പോയിട്ട് എയർപോർട്ടിൽ ചെല്ലാൻ, റിയാദിൽ ഇറങ്ങിയാലും ദമാമിൽ ഇറങ്ങിയാലും എവിടെ ഇറങ്ങിയാലും പിടിക്കും, സ്കാൻ ചെയ്യും. ഈ തന്നെയാണ് അറിയിക്കുക. ഹാജിയാരെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോഴേ എന്നെ അടിച്ച് എക്സിറ്റ് അടിച്ച് വീണ്ടും കയറ്റി. 15 കൊല്ലം മുമ്പ് ഒരു കേസ് ഉണ്ടായിരുന്നു നിന്റെ പേരിൽ. കേട്ടോ, ഇതെന്ത് പരിപാടി? 15 കൊല്ലം മുമ്പ് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിന്റെ കണ്ണും കൈയും എല്ലാം. ഇനി എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല, ഇതെല്ലാം വെട്ടിയിട്ട് വരും. അല്ലാഹു ആക്കട്ടെ. ഇതാണ് ലോകം, മനസ്സിലായിക്കോ? പടച്ചറപ്പിന്റെ സൃഷ്ടിപ്പ്. ഇത്ര ആളുകൾ ഇവിടെ ഉണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു, കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചു പോയി, മരിച്ചുപോയി. അവരുടെയൊക്കെ വിരൽ തുമ്പുകളെ വ്യത്യസ്തപ്പെടുത്തിയവൻ അല്ലാഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ വിരലിന്റെ തുമ്പിയൊരു ഭാഗം മാത്രം എടുത്തിട്ട് ചെറുക്കിയതാ പോലും ഇരിക്കുന്നവരുടെ ഒന്നും സമാവൂല. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ സൃഷ്ടിക്കാനാണെങ്കിൽ എന്തോ വല്ല പറ്റൂ. എന്നിട്ട് ഇന്നും പറയുന്നു ഇതൊരു സൃഷ്ടിക്കാൻ, ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് പറ്റുമെന്ന് പറയുന്ന ആളുകളെ എന്താ പറയേണ്ടത് സഹോദരങ്ങളെ? ആലോചിച്ച് നോക്കി. ഇപ്പോഴും നിരീശ്വരവാദത്തിലേക്ക് പോലെ മക്കൾ. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അതല്ലേ അല്ലാഹു പറയുന്നത്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു എത്ര മഹോന്നതനാണ്, പരിശുദ്ധനാണ്. എത്ര റാഹത്തുള്ള സൃഷ്ടിപ്പാണ് അല്ലാഹു നടത്തിയിരിക്കുന്നത്. അതുപോലെ ഈ ലോകത്ത് സൃഷ്ടിക്കാൻ ഒരാൾക്കും കഴിവ് ഇല്ലേ ഇല്ല. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ഏറ്റവും മനോഹരമായ സൃഷ്ടിപ്പാണ് മനുഷ്യൻ്റെതെന്ന് തിരിച്ചറിയണേ, തിരിച്ചറിയണേ. ഈ രീതിയിൽ മനോഹരമായ സംവിധാനങ്ങളാക്കി, കൈകാലുകൾ നൽകി, നല്ല ഓർമ്മശക്തി നൽകി, ചിന്താശക്തി നൽകി, ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ഒരവസ്ഥ വിശേഷത്തിലേക്ക് അല്ലാഹു നിന്നെ എത്തിച്ചില്ലേ, എത്തിച്ചില്ലേ. അതിന്റെ തുടക്കം ഉമ്മയുടെ ഉദരമാണ്.
മഹത്തരമാണ്.